നിനക്കത് കഴപ്പ് കാരണം നീ ജീവനെ കണ്ടിട്ട്. നമ്മള് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വണ്ടി കുറെ നേരം പിടിച്ചു. ഇതൊക്കെ ഒന്ന് കെട്ടി എല്ലാം സെറ്റ് ചെയ്ത് നമ്മളപ്പോ ഇറങ്ങണേണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് എന്റെ ഗോപ്രോ ഒക്കെ അടിപൊളിയായിട്ട് മൗണ്ട് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങണേണ്. സോ ഗൈസ്, അപ്പൊ നമ്മള് പടം കണ്ട് പൂമനല്ല പൊന്മാൻ, അതാണ് പടത്തിന്റെ പേര്. പേര് പോലെ തന്നെ പൊന്നു വെച്ചുള്ള കളിയാണ് സിനിമ. ഞാൻ ശരിക്കും ഞാൻ കണ്ടോ ഇല്ലയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ട്. ഞാൻ പക്ഷെ ഉറങ്ങിപ്പോയി, സത്യമായിട്ടും ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഏകദേശം ക്ലൈമാക്സ് അടുത്തായപ്പോഴൊക്കെയാണ് ഉറങ്ങിപ്പോയ സമയത്ത് ഞാൻ ഉറങ്ങി പെട്ടെന്ന് എണീച്ച് പെട്ടെന്ന് കണ്ണുറന്ന് നോക്കിയപ്പോ തിയേറ്ററിൽ ആരുമില്ല, മൊത്തം എംപ്റ്റി, തിയേറ്റർ മൊത്തം കാലി. ഞാൻ ആകെ പേടിച്ചു വന്നത് നമ്മൾ പെട്ടെന്ന് ഒരു ഉറക്കം എണീച്ച് പെട്ടെന്ന് കണ്ണുറന്ന് നോക്കുമ്പോൾ തിയേറ്റർ മൊത്തം എംപ്റ്റി. അവിടെ ആകെ 2-3 ലേഡി ക്ലീനിങ് അതിൻ്റെയൊക്കെ ആൾക്കാർ വന്നിരിക്കണം മാത്രം. ഞാൻ പെട്ടെന്ന് പേടിച്ചു. പടം വിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ആൾക്കാരെല്ലാം പോകുന്നേ. പെട്ടെന്ന് എണീച്ച് പോയി അവിടെ നിന്ന് ഇറങ്ങി നേരെ ടോയ്ലറ്റിൽ പോയി കണ്ണൊക്കെ കഴുകി തിരുമ്പി കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ ബാഗെല്ലാം കളക്ട് ചെയ്ത് പതുക്കെ നിങ്ങൾ കണ്ടില്ലേ വണ്ടിയിലൊക്കെ സെറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം വേണം. അവിടെ എല്ലാം കെട്ടി റെഡിയാക്കി വെക്കാനായിട്ട്. പിന്നെ നമ്മള് അപ്പൊ ഇപ്പൊ നേരെ ഇനി ഗോവയിലേക്കാണ് പോണത്. സീരിയസ്, നമുക്ക് ഗോവയിൽ പോണതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇടയിലൊക്കെ കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. ഉടുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി പ്ലേസ് ഉണ്ട് അവിടെ. ഉടുപ്പി ഐലൻഡ്, സെന്റ് മേരീസ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കത്തില്ല, പോകുന്നില്ല. ഗോവയിലേക്ക് തന്നെ ഡയറക്റ്റ് പോകുന്നു. അതായിരിക്കും നല്ല. കാരണം നമ്മളിപ്പോ സമയം എത്രയാണെന്ന് അറിയാം. ഇപ്പൊ 5:18 5:18 PM. നമ്മളിപ്പോ ഇവിടെ മംഗലാപുരത്ത് നിന്ന് ഗോവക്ക് വിട്ടാ നോർമൽ രീതിക്ക് മാപ്പിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 7 മണിക്കൂറാണ്. അതായത് നമ്മൾ രാത്രി 1 മണിക്കായിരിക്കും എത്തണം. അപ്പൊ നമുക്ക് പതുക്കെ നിർത്തി 1 മണിയോളം എന്തായാലും 1:30-2 മണിയാവും ഞാൻ എത്തുമ്പോ. കാരണം ഞാൻ എന്തായാലും നിർത്തി എനിക്കുണ്ടല്ലോ എനിക്ക് റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം രാത്രിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിരക്ക് കുറവായിരിക്കും, മാത്രമല്ല നമുക്ക് അത്യാവശ്യം വേഗത്തിൽ പോവാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ലൈറ്റ് ഇച്ചിരി ഷോക്കാണ്, അത് മാത്രമുള്ള ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും നൈറ്റ് ട്രാവലാണ് ഇച്ചിരി നല്ല ഹൈവേയിലൂടെ. എന്നെ സംബന്ധിച്ച് പേഴ്സണലി നൈറ്റാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഓഫ് കോഴ്സ് ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതായിരിക്കും. വെയിലുണ്ടാവില്ല, ഡാർക്കായിരിക്കും, അത്യാവശ്യം കാറ്റ് രാത്രി ഉണ്ടാവും. നല്ല തിരക്കുണ്ട് ഇവിടെയൊക്കെ. ഇതൊക്കെ മെയിൻ ടൗൺ ഏരിയ ആണ്, മംഗലാപുരം ടൗൺ ഏരിയ. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടാവും. പക്ഷെ മാള അടിപൊളി കേട്ടോ സുഹൃത്തുക്കളെ. മാള അടിപൊളി എന്ന് പറഞ്ഞാൽ നെക്സസ് മാൾ, അതാണ് പേര്. പക്ഷെ എനിക്കറിയാലോ, ഞാൻ ഒറ്റക്കാണ് ട്രാവൽ ചെയ്യുന്നത്. സോ എനിക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും സെൽഫി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് എനിക്കുള്ളത്. പിന്നെ അവിടെ ആൾക്കാരെല്ലാവരും അത്യാവശ്യം നോക്കുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ എല്ലാവരും നോക്കുമല്ലോ ഉണ്ട്. വേറെന്താ ഇപ്പൊ പറയാ എന്ന് പറയുന്നത്? വേറെ ഒന്നുമില്ല. പടം എനിക്ക് പടം കൊള്ളാടെ. അതായത് സിനിമയെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ പഴയ പടമുണ്ട്, എന്തോ ശ്രീനിവാസന്റെ പടമുണ്ട്. അതായത് എന്താണ് തട്ടാൻ എന്താണ് ഞാൻ വിട്ടുപോയല്ല, പേര് ഞാൻ വിട്ടുപോയി. ഞാൻ കുറച്ച് നേരത്തെയും കൂടി മുമ്പ് ഓർത്തേ ഉള്ളൂ. അതായത് ഈ തട്ടാനായിട്ടൊക്കെ ശ്രീനിവാസൻ അഭിനയിക്കുന്ന സത്യനന്ദിക്കാട് ഡയറക്ട് ചെയ്തൊരു പടമുണ്ട്. ശ്രീനിവാസൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തേക്കണ. അതിൻ്റെയൊക്കെ ഒരു പുതിയ വെർഷൻ പോലെ ഉണ്ട് എനിക്ക് കണ്ടിട്ട്. അതിന്റെ പുതിയ വെർഷൻ പോലെയൊക്കെ ഉണ്ട്. ഒരു സ്വർണം വെച്ചുള്ള കളിയാണ്. പിന്നെ ഇതില് പറയേണ്ട കാര്യം, നമ്മളെ പുള്ളിക്കാരുടെ പേര് സിജു മറ്റേ അമ്പാനായിട്ട് അഭിനയിച്ചില്ലേ ഏതില് നമ്മുടെ ആവേശത്തിൽ അമ്പാനായിട്ട് അഭിനയിച്ച
പുള്ളിക്കാരൻ വെറുതെ കലക്കിയിട്ടുണ്ട് ഈ പറിച്ചിട്ട്. അതായത് അമ്പൻ ടെറർ ലുക്കാണ് പുള്ളിക്ക്. അമ്പൻ എന്ന് പറയുമ്പോൾ തിരിച്ചു കളിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ. എന്ന് പറഞ്ഞാൽ അമ്മാരി ടെറർ ലുക്കും മറയില് ഭയങ്കര ഭീകരതയും, മൊത്തത്തിൽ നല്ല ഭീകരതയും. അതേപോലെ തന്നെ അത്രയും പ്രായം തോന്നിക്കണ്ടേ, നല്ല ഏജൊക്കെ തോന്നുന്ന ഭയങ്കര ഒരു വലിയ ആളെ പോലെ, ഹൈറ്റ് ഒക്കെ തോന്നിക്കണ്ട്. കാര്യമായിട്ട് ഞാൻ നോക്കിയപ്പോ വേറെ ആളെ പോലെ മുഖമൊക്കെ ടെറർ ലുക്ക്. പിന്നെ ഇതിലുള്ള ബേസിൽ ജോസഫ് പുള്ളിക്കാരൻ നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് രസം, ഈ എനിക്ക് ഇഷ്ടപ്പെട്ട അമ്പാന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ ഇതില് ഞാൻ കണ്ടില്ല, ലാസ്റ്റ് ഒന്നും കണ്ടില്ല, അല്ല ക്ലൈമാക്സ് കുറവൊന്നും കണ്ടില്ല, ഞാൻ ക്ലൈമാക്സ് ഭാഗമൊന്നും കണ്ടില്ല. ഞാൻ ശരിക്കും ഒരു സീനുണ്ട് ഇതില്, മറ്റേ ഇവനെ കൊത്തും, ആരാ ബേസിലിനെ കുത്തി കഴിഞ്ഞിട്ട് അമ്മ കുത്തിയിട്ട് പിന്നെ ബേസിൽ പിന്നെ വരുന്നൊരു സീനുണ്ട്, കടപ്പുറത്ത് ഓ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സീനുണ്ട്. അവിടെ വരെ കണ്ടുള്ളൂ കഴിഞ്ഞ്. അവിടെ തൊട്ട് എൻ്റെ ഷട്ടർ വീണുണ്ട്, കണ്ണിൻ്റെ ഷട്ടർ വീണ് ഞാൻ കിടന്നു. പിന്നെ ഇതിനേക്കുമ്പോൾ സ്ക്രീനൊന്നുമില്ല, സ്ക്രീനൊക്കെ ഓഫ്, ആൾക്കാരെല്ലാം പുറത്ത്, അതാണ് കാണുന്നത്. പിന്നെ നമ്മളെന്തായാലും ഇത്രയും ദിവസം നമ്മൾ മെയിനായിട്ട് ട്രാവലിംഗ്, അതായത് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കൽ തന്നെയായിരുന്നു മെയിനായിട്ട്. അപ്പം ഇനി നമ്മൾ എന്തായാലും എന്താ പറയുക, ഗോവയിൽ പോയിട്ട് കുറച്ചധികം ദിവസം അവിടുത്തെ ആക്ടിവിറ്റീസ് മെയിനായിട്ട് നമ്മൾ അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ്, സ്പോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫണ്ണായിട്ട് നമ്മൾ പതുക്കെ തിരിക്കും. എൻ്റെ ഒരു ഇതിൽ മുംബൈ പോകുന്നതാണ് എൻ്റെ ഒരു പ്ലാന്. പിന്നെ അത് മാത്രമല്ല കേസ്, അതായത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് തുളു എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ട് ഇവിടെ. തുളു എന്ന് പറയുന്ന ലാംഗ്വേജ് സിനിമ ഉണ്ട് ആക്ച്വലി. ഞാൻ തിയേറ്ററിലെ PVRന്റെ ഷോസ് നോക്കിയപ്പോൾ കണ്ടാണ്. തുളു ഭാഷയുടെ പടങ്ങൾ കളിക്കും, കന്നഡ കളിക്കും, ഹിന്ദി കളിക്കും. ഇതൊക്കെ ഹിന്ദി കോമൺ ആയിട്ട് എല്ലായിടത്തും കളിക്കാനാണ് PVRലൊക്കെ. എന്നാലും ഹിന്ദി ഉണ്ട്, പിന്നെ മലയാളം ഉണ്ട്. മലയാളം അത്യാവശ്യം ഷോസ് ഉണ്ട്. അതായത് ഡൊമിനിക്ക് മമ്മൂക്കയുടെ പടം ഉണ്ടായിരുന്നു, മോർണിംഗ് ഷോ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, 5 മണിക്ക് കണ്ട ഒരു ഷോയും കൂടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റേ വേറൊരു പടം ഉണ്ടായിരുന്നല്ല, പിന്നെ പൊന്മൻ ഈ പടം ഉണ്ട്. പിന്നെ ഒരു മലയാള പടം കളിക്കണ്ടായിരുന്നു, ഒരു വിനീത് ശ്രീനിവാസനും കുറെ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്ററൊക്കെ അടിച്ചിട്ടുള്ളൊരു പടം, ഏതാണെന്നറിയില്ല. ആ ഷോ ഉണ്ടായിരുന്നു. ആ ഷോ ശരിക്കും ഞാൻ പറഞ്ഞതിന് 10-20 ഞാൻ മാളിലേക്ക് എത്തി. മാളിൽ ഞാൻ എത്തിയപ്പോൾ തന്നെ ഒരു 12 സമയം. അതിന് മുമ്പായിട്ടായിരുന്നു അതിൻ്റെ എന്താണ് ചെക്കിന്, അതിൻ്റെ ആ പടത്തിൻ്റെ എൻട്രി വന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ് ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ ഇത് ക്ലോസ് ആയി. അല്ലെങ്കിൽ ഞാൻ അതിന് കയറിയാലോന്ന് ആലോചിച്ചാണ്. ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ എൻ്റെ പ്രധാന ഉദ്ദേശം AC കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. അടിപൊളിയായിട്ട് നടന്നു. കാരണം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ 180 രൂപ സീറ്റായിരുന്നു, ബാക്കിൽ തന്നെ സീറ്റ്. പക്ഷെ അതിൻ്റെ ബാക്കിൽ ഏറ്റവും ലാസ്റ്റ് ഫ്ലോറിൽ സീറ്റ് ഉണ്ട്, നമുക്കറിയാൻ പറ്റും, മറ്റേ കിടന്നുറങ്ങി സിനിമയാണ് സീറ്റ്. ഞാൻ നോക്കിയപ്പോൾ മൊത്തം കാലി. ഞാൻ ശരിക്കും ആ ടിക്കറ്റ് 340 രൂപയാണ് അതിൻ്റെ വാല്യൂ, എമൗണ്ട് വന്നത്. എനിക്ക് വേണമെങ്കിൽ അത് എടുക്കായിരുന്നു, കാരണം 300 രൂപയോളം എനിക്ക് വൗച്ചറിൽ ഡിസ്കൗണ്ട് കിട്ടും. പക്ഷെ 40 രൂപയും പിന്നെ സർവീസ് ചാർജും കൂടി ഞാൻ കൊടുക്കണം. പക്ഷെ അതല്ല രസം. ഞാൻ നോക്കുമ്പോൾ തിയേറ്ററിലെ ആൾ വേണ്ടേ, ബാക്കിലെ സീറ്റൊക്കെ അവിടെ കാലി അടിച്ചിറക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കേസ്, നമ്മളൊരു സീറ്റ് ബുക്ക് ചെയ്തിട്ട് വേറെ സീറ്റിൽ പോയി ഇരിക്കണം, അത് ഭയങ്കര ബോർ പരിപാടിയാണ്. പക്ഷേ ചില സാഹചര്യത്തിൽ ഞാൻ പോയി ഇരിക്കാറുണ്ട്. ഞാൻ അവിടെ പോയി ഇരുന്ന് കിടന്ന് ആ ഒരു റോ മൊത്തം കാലിയാണ്. എനിക്ക് ഉറപ്പായിട്ടും കാലിയാണ്. അതിൽ 1-2 പേര് പിന്നെ കയറി വന്നിരുന്നു. അതായത് ഇന്റർവെല്ലിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ 2-3 പേര് ഫില്ലായി. അത് ജസ്റ്റ് കയറി ഇരുന്നവരാണ്. ഞാനപ്പോൾ ഇന്റർവെല്ലിന് മുമ്പ് തന്നെ താഴത്തെ എൻ്റെ സീറ്റിൽ തന്നെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് എണീച്ച് പതുക്കെ ബാക്കി പോയിരുന്നു. പിന്നെ അവിടെ കിടന്ന് ഇങ്ങനെ പതുക്കെ ഉറങ്ങി കണ്ണടച്ച് ഇങ്ങനെ പടം കണ്ട് കിടന്ന് പിന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിന്നെ നമ്മളെ ഹൈദറിക്കനെ കണ്ടായിരുന്നു. അതിൻ്റെ ഇത് ഞാൻ ഇപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായത് പുറത്ത് കാര്യങ്ങളൊക്കെ, അതേപോലെ സേഫ്റ്റി റിഗാർഡിങ് ഗാഡ്ജറ്റ്സ്, അതായത് ഗിയേഴ്സ് ഒക്കെ റിലേറ്റഡ്. പുള്ളിക്കാരൻ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഞാൻ എൻ്റെ ഇട്ടേക്കണ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അതായത് എന്നാ ജാക്കറ്റൊക്കെ ഇട്ട് റൈഡ് ചെയ്യാൻ പോകാമെന്നൊക്കെ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ജാക്കറ്റ് എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. ഓ അതൊരു ബമ്പം വെയിറ്റ് ആണ് ആക്ച്വലി, വലിയ വെയിറ്റുള്ളൊരു ജാക്കറ്റ് പുള്ളിയുടെ. അപ്പോൾ പുള്ളി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു
വേസ്റ്റ് സിനാരിയോയിൽ നമ്മളിപ്പോൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് കൊള്ളുന്ന ഭാഗങ്ങൾ, അതായത് ഷോൾഡറിൻ്റെ സൈഡ്, അതായത് കൈമുട്ട്, അതേപോലെ കാൽമുട്ട്, അങ്ങനെയാണ് ഏറ്റവും കോറായിട്ട് അടിച്ചു കൊള്ളാൻ പറ്റുന്ന ഏരിയാസ്. സോ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സേഫ്റ്റി ഗിയേഴ്സ് വേണ്ടത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളിതൊക്കെ ഉണ്ട്. ഇപ്പോൾ നീയുടെ ഇതിട്ടിട്ടുണ്ട്, ഞാൻ നീ പാഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബൂട്ട് ഇട്ടിട്ടില്ല ഞാൻ. ജസ്റ്റ് ബൂട്ട് സത്യം പറയാ ഞാൻ ബൂട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റാത്തില്ല. അത്രയും ഹെവിയാണ് ബൂട്ടൊക്കെ. റൈഡ് ചെയ്യാന്ന് പറയുന്നത് അത്രയും ഹെവിയാണ്. നമുക്കത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു റൈഡിങ് ജാക്കറ്റൊക്കെ ഇട്ട് ഒരുപാട് ലോങ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ ബോഡി പോസ്ചർ ഭയങ്കര വീക്കാവും. അത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരിക്കും നമ്മളപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പതുക്കെ അതായത് ചെറിയ ചെറിയ റൈഡ്സ് ജാക്കറ്റൊക്കെ ഇട്ട് റൈഡ് ചെയ്ത് ശീലിക്കണം. അതായത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ശീലിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ അത് നമ്മുടെ ബോഡി അത് അഡാപ്റ്റ് ആവുള്ളൂ. എന്നാൽ പോലും ഒരു പരിധിക്കുള്ളിൽ നമ്മൾ ഒറ്റ സ്ട്രെച്ചിലൊക്കെ ലോങ് പോകുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഇഷ്യൂസ് വരും. അതേപോലെ നമ്മുടെ ഫിസിക്കിന്റെ ആ ഒരു ഈ പോസ്ചർ ബോഡി ഇതിനൊക്കെ നമുക്ക് ചെറിയ വീക്ക്നെസ് ഒക്കെ വരും. അപ്പം മാക്സിമം നമ്മൾ നിർത്തി അതായത് നിർത്തിയിട്ട് കാര്യമില്ല. നമ്മൾ സ്ഥലത്ത് ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ നിർത്തിയോണ്ടല്ല, നമ്മൾ നിർത്തി ജസ്റ്റ് ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് പൊക്കി ഇതൊക്കെ ആക്കി ഒന്ന് പോണതായിരിക്കും നല്ലത്. മച്ച് റെക്കമെൻഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ പോവാം. നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ ഇത്തിരി ബെറ്റർ റോഡ് കിട്ടിയേക്കാണ്. അതായത് ആ ഒരു തിരക്ക് ഭയങ്കര ട്രാഫിക് റോഡുകളായിരുന്നു മുമ്പൊക്കെ. ഇത്തിരി ബെറ്റർ റോഡ്സ് കിട്ടിയേക്കുന്നുണ്ട്. വഴി ഏതാണെന്നുണ്ട്. റോഡ് പേര് മിക്കതും കന്നഡത്തിലാണ്. മീൻസ് കന്നഡത്തിലായിരിക്കും, അതല്ല എന്നാലും ഇംഗ്ലീഷിലും കൂടി വേണ്ടേ. കുളൈ, KULAI, കുളൈ, ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ്. ഹൈവേ എന്ന് പറയാം, കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ്. ഒരു സൈഡ് ലോറികൾ മാത്രം, വേറെ സൈഡ് നോർമൽ വണ്ടികളും പോകാം. നമ്മളെന്തായാലും അവിടെ എത്തുമ്പോൾ, അതായത് ഊട്ടിന്ന് നമ്മള് ഗോവ എത്തുമ്പോൾ ഏകദേശം 1 മണി 1:30 കഴിയും. 2 മണിയാവും, വെളുപ്പിന് 2 മണിയാവും. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ അവിടെ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2nd Feb എന്ന് പറഞ്ഞാൽ കൊടുത്തത്. അതായത് നമ്മൾ എത്തുന്ന 2nd Feb തന്നെയാണ്. എന്തൊക്കെ വന്നാലും 12 മണി കഴിഞ്ഞിട്ട് എത്തുള്ളൂ. ഗോവ സിറ്റി എത്തുന്നത് തന്നെ 1 മണിയാവും. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് അവരപ്പോ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെക്കിൻ ഡേറ്റ് പറഞ്ഞു, ചെക്കിൻ ടൈമിങ് പറഞ്ഞു. അതായത് 2 മണി PM 2 PM 2nd Feb 2 PM, അതായത് നാളെ 2 മണിക്ക് ചെക്കിൻ ചെയ്യാന്ന് പറഞ്ഞേക്കണം. അതാണൊരു പ്രശ്നം. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഒരു പ്രയറായിട്ട് ബുക്ക് ചെയ്യണം. ഞാൻ പിന്നെ വിചാരിച്ച അങ്ങോട്ട് പോവാൻ. എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ചെക്കിൻ ചെയ്ത് കയറാം. റൂംസ് അല്ലെങ്കിൽ ഹോസ്റ്റൽസ് ഉണ്ടാവില്ല, വേറെ ഏതെങ്കിലും ഹോസ്റ്റൽ. രാത്രിയാണ് കുഴപ്പമില്ല എന്നാലും, കാരണം ഇതിങ്ങനെ ബുക്ക് ചെയ്ത് ഒരു ക്ലിയർ കിട്ടണല്ല. പക്ഷെ അത് വലിയ കോംപ്ലിക്കേഷനുള്ള കാര്യമല്ല. ഞാൻ പിന്നെ ഒരു ഓൾറെഡി ബുക്ക് ചെയ്ത് പിന്നെ അത് ക്യാൻസൽ ചെയ്ത് ബുക്കിംഗ് ടോട്ടലിലാണ് ഇതാക്കിയത്. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അവിടെ പോയെന്ന് പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും നമുക്ക്. അപ്പോൾ അവരപ്പോൾ ഇന്നത്തെ ആഡ് ആക്കുമല്ലോ, 2 ദിവസം അങ്ങനെ ആഡ് ആവും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നോ ഇഷ്യൂസ്. ഗോവയിൽ ചിലപ്പോൾ ഞാൻ കുറച്ചധികം ദിവസം നിൽക്കുക. അവിടെ കുറച്ചധികം കറങ്ങണമെന്നുണ്ട്. പിന്നെ റോഡ് കൊള്ളാട്ടോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ റോഡ് പിന്നെ ഇത്തിരി ബെറ്ററായി, ഇത്തിരി സ്മൂത്തായി. മാത്രമല്ല നിങ്ങൾ നോക്കിയേ, ലൈൻ നോക്കിയേ, ഏകദേശം ഒരു 2 ലൈൻ എന്നല്ല 3 ലൈൻ റോഡ്. 3 ലൈനാണ് റോഡ് ആക്ച്വലി. 3 ലൈൻ റോഡാണ്, കുഴപ്പമൊന്നുമില്ല.